പ്രൈസ് ദി ലോർഡ്. ഭൂമിയിലുള്ള ഏറ്റവും അധികാരമുള്ള നാമം ഏതെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ, അത് യേശു എന്ന നാമമാണ്. ആ നാമത്തിന്റെ മുൻപിൽ പൈശാചിക മേഖലകൾക്ക് നിൽക്കാൻ പറ്റുകയില്ല. ആ നാമത്തിൽ അധികാരമുണ്ട്, ആ നാമത്തിന് ശക്തിയുണ്ട്. ആ നാമം എവിടെയൊക്കെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ ഒക്കെ വലിയ ദൈവിക വിടുതലുകൾ നടന്നു കണ്ടിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ആ നാമത്തെ പറ്റി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആ നാമത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഏത് സാഹചര്യത്തിൽ കൂടി നിങ്ങൾ കടന്നുപോയാലും, എത്ര വലിയ വിഷയത്തിൽ കൂടി നിങ്ങൾ പോകുന്ന വ്യക്തിയാണെങ്കിലും, ആ നാമം നിങ്ങൾ ഉപയോഗിച്ചാൽ ആ നാമം അതിന്റെ ശക്തി വെളിപ്പെടുത്തുവാനിടയായിത്തീരും. ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ, ഒരു വ്യക്തി ദൈവ കൽപ്പനയെ അനുസരിച്ച് നടക്കുമ്പോൾ, ഒരു വ്യക്തി സ്നാനപ്പെട്ട് ദൈവഹിത പ്രകാരം നടന്നു തുടങ്ങുമ്പോൾ, അങ്ങനെയുള്ള വ്യക്തികൾക്ക് ആ നാമം ഉപയോഗിക്കുവാനുള്ള ലീഗലായ റൈറ്റ് ദൈവം തന്നിട്ടുണ്ട്. അതെ, ഇന്ന് ചിലരോടുള്ള പ്രവചന ശബ്ദം ഇതാണ്: ആ നാമത്തെ അറിയുക, ആ നാമത്തെ നിങ്ങൾ പറയുക. ആ നാമത്തിന്റെ ശക്തി നിങ്ങൾ ഇന്നത്തെ ദിവസം തൊട്ട് അനുഭവിച്ചറിയുവാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ബ്രദർ ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ, അത്ഭുതം ചെയ്യുന്ന ആ നാമത്തിൽ, മഹത്വകരമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഇന്നത്തെ പ്രവചന ശബ്ദത്തിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോ യേശുവിന്റെ നാമത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. അതിനോടനുബന്ധിച്ചാണ് ഞാൻ ഇന്ന് ഈ ദൈവിക സന്ദേശം നിങ്ങളിലേക്ക് കൈമാറുവാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കോളുകൾ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വിളിക്കുവാനിടയായി തീർന്നു. പല വ്യക്തികളും അത്ഭുത സാക്ഷ്യങ്ങൾ, ആമേൻ, പ്രാർത്ഥിച്ച ഉടനെ തന്നെ ഇമ്മീഡിയറ്റ്ലി ദൈവം ചെയ്ത പല കാര്യങ്ങൾ സാക്ഷ്യമായി പറയുന്നത് ഞാൻ കേൾക്കുവാനിടയായി തീർന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേലും യേശുവിന് അത് ചെയ്യുവാൻ പറ്റും. ഈ നാമത്തെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ലോകത്തിൽ ഒരുപാട് നാമങ്ങളുണ്ട്. ഈ നാമത്തെക്കാളൊക്കെ ഉപരിയായി യേശുവിന്റെ നാമത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 31-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: മറിയോട് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ കടന്നു വന്ന് പറയുന്ന പദമാണ്: നീ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേർ വിളിക്കണം, രക്ഷിതാവ്, വീണ്ടെടുപ്പുകാരൻ എന്ന് പേർ വിളിക്കണം, അവൻ വലിയവനാകും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കുന്ന ആ ജനനത്തിന് തൊട്ടു മുമ്പ് അവൻ യേശുവിന്റെ അമ്മയായ മറിയോട് ദൂതൻ കടന്നുവെന്ന് പറയുന്ന പദങ്ങളാണ് നമ്മൾ ഇവിടെ വായിക്കുവാനിടയായിത്തീർന്നത്. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ആമേൻ. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ യേശു എന്ന നാമത്തെ പറ്റി നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ആ പദം കൊടുത്തത്, ആ നാമം കൊടുത്തത് മനുഷ്യരാരുമല്ല, ദൈവമാണ്. സ്വർഗത്തിലെ ദൈവമാണ് നാമത്തിന് അപ്രൂവൽ കൊടുക്കുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ പല നാമങ്ങൾ
കൊടുത്തതായി നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. അവൻ പ്രാർത്ഥനയോടുകൂടെ ഈ വചനത്തെ നിങ്ങൾ സ്വീകരിച്ചോ. എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ വചനത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഈ യേശു എന്ന നാമത്തിന് നിങ്ങളുടെ രോഗത്തെ സൗഖ്യമാക്കാൻ പറ്റും. ഈ യേശു എന്ന നാമത്തിന് ഭൂതബാധയിൽ നിന്ന് വിടുതൽ നൽകുവാൻ പറ്റും. ഈ യേശു എന്ന നാമത്തിന്റെ ശാപത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകി തരുവാൻ പറ്റും. അതുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അതിൽ ഒരു പേരാണ്, ദൈവത്താൽ നൽകപ്പെട്ട ഒരു പേരാണ് യാക്കോബിനോടനുബന്ധിച്ച് ഇസ്രായേൽ എന്ന നാമം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിന്മേൽ ഒരു ദൈവമനുഷ്യനുമായി യാക്കോബ് മൽപ്പിടുത്തം നടത്തുവാനിടയായി തീർന്നു. നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ലെന്ന് പറഞ്ഞ് പ്രൈസ് ദി ലോർഡ് ആ യാക്കോബ് നിൽക്കുമ്പോൾ ദൈവം അവനെ തൊടുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുന്ന പദമാണ്, നിന്റെ പേര് ഇന്ന് തൊട്ട് യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്നാകും. ആമേൻ. ആ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ആ പദം ദൈവം കൊടുത്തത് കാരണം. ആമേൻ. ഇന്നത്തെ ഇസ്രായേലിനെ നിങ്ങൾ നോക്കിയാൽ മതി. ലോക രാജ്യങ്ങൾ, ആ ഇസ്രായേലിന്റെ ചുറ്റും നിൽക്കുന്ന സകല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ടാണ് നിൽക്കുന്നത്. അത് ഇന്ന് തൊട്ട് തുടങ്ങിയതല്ല, വർഷങ്ങളായി തുടങ്ങിയതാണ്. എന്നിട്ടും ആ നാമത്തെ, ആ രാജ്യത്തിന്റെ പേരിനെ, ആ രാജ്യത്തെ ഒരു ശത്രു രാജ്യത്തിനും തുടച്ചു മാറ്റാൻ കഴിഞ്ഞില്ല. കാരണം ആ നാമം നൽകിക്കൊടുത്തത് ദൈവമാണ്. അതെ, ഇന്നും നിങ്ങളോടുള്ള പ്രവചന ശബ്ദം ഇതാണ്. ദൈവത്തിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും കിട്ടിയാൽ, ദൈവത്താൽ നിന്റെ ജീവിതത്തിന്മേൽ എന്തെങ്കിലും സംഭവിച്ചാൽ, ചിലരുടെ ജീവിതത്തിന്റെ മേൽ ഇന്ന് തന്നെ അക്ഷരികമായി വെളിപ്പെടുകയാണ്. അതെ, അതിനെ ആർക്കും നശിച്ചു കളവാൻ കഴിയുകയില്ല. ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിന്നെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു കളയുമെന്ന് പറഞ്ഞു. അവൻ ചില രോഗങ്ങൾ, ചില ശാപവാക്കുകൾ, അവൻ ചില വ്യക്തികൾ പലർക്കെതിരെയും നിൽക്കുന്നുണ്ട്. അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, നിനക്ക് സ്വർഗത്തിൽ നിന്ന് അപ്രൂവലാക്കി കിട്ടിയ ഒരു നാമമുണ്ട്. ആ നാമം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും നമ്മുടെ ദൈവമായ യേശു എന്ന നാമമാണ്. ആ നാമത്തെ നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ ഉപയോഗിച്ചു തുടങ്ങിക്കോ. വലിയ ദൈവമഹത്വം നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെട്ടു വന്നിരിക്കും. ആമേൻ. ആ നാമത്തിന്റെ പ്രത്യേകതകളെ പറ്റി, ഒന്ന് രണ്ട് പ്രത്യേകതകളെ പറ്റി ഞാൻ പ്രൈസ് ദി ലോർഡ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ നാമത്തിന് നിന്നെ പൈശാചിക മേഖലകളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ആമേൻ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 12-ാം വാക്യം വായിക്കുന്ന ഇപ്രകാരമാണ്: പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവാഴ്ത്താൽ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നതും അത് സാത്താന്റെ സിംഹാസനം ഉള്ളോടമെന്നും ഞാൻ അറിയുന്നു. ആമേൻ. എന്നിട്ടും നീ എന്റെ നാമം മുറുകെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വിഷയങ്ങൾ കടന്നു വരുമ്പോൾ ആ നാമത്തെ നിനക്ക് മുറുകെ പിടിക്കാൻ പറ്റിയ, ആ നാമം നിനക്ക് പറയാൻ പറ്റിയ, ആ നാമത്തെ പറ്റി നിനക്ക് അധികം മനസ്സിലാക്കാൻ പറ്റിയ, കമാൺ, നിന്റെ ജീവിതത്തിന്റെ മേൽ വലിയ വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഈ സീസണിൽ നടന്നിരിക്കും. എല്ലാം തീർന്നു പോയി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ഇപ്പോഴും ഉണ്ട്. ബ്രദറെ, എന്റെ ജീവിതത്തിന്മേൽ എല്ലാം നശിച്ചു, എല്ലാം തീർന്നു പോയി. അങ്ങനെയുള്ളവരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത്, ഈ നാമത്തെ അറിയുക. ആമേൻ. പലപ്പോഴും ദൈവിക വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു പദം എന്നെ വളരെയധികം ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ ആരെ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ആ നാമത്തെ നിനക്ക് നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ അറിയാൻ പറ്റിയ,
ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, സൂര്യനെയോ ചന്ദ്രനെയോ കാണാതെ 14 ദിവസമാണ് കടലിൽ കാറ്റിൽ പെട്ടുകൊണ്ട് അവർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനിടയായി തീർന്നത്. എന്നാൽ ഇതിന്റെ നടുവിൽ പൗലോസിന് ഒരു കാര്യം ഉറപ്പാണ്, അവൻ വിശ്വസിക്കുന്ന നാമം ഏതാണെന്ന്. ആ നാമം നിന്നെ കൈവിടുകയില്ല. ആ നാമത്തെ നിനക്ക് അടി ഉറച്ചു വിശ്വസിക്കാൻ പറ്റിയാൽ ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് കണ്ണീരിന്റെ നടുവിലും, എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടതിന്റെ നടുവിലും നിന്നെ ആ നാമം കൈപിടിച്ചുയർത്തും. അത് നാമത്തിന്റെ പ്രത്യേകതയാണ്. പെർഗമോസിലെ സഭയോട് ദൂത് പറയുമ്പോൾ ഇപ്രകാരമാണ് പറഞ്ഞത്, സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെങ്കിലും ആ നാമത്തെ നീ അറിഞ്ഞു, ആ നാമത്തെ നിങ്ങൾ കാക്കുവാനിടയായി തീർന്നു. ആ നാമത്തിന് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ശക്തിയുണ്ട്. രണ്ടാമത്, ആ നാമത്തിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഇപ്രകാരം ഒരു പദം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. എന്നിട്ട് പറയുന്നത്, അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ ഒക്കെയും മടങ്ങും. അപ്പൊ എല്ലാ നാമവും വിദൂര സംഭവിക്കുവാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. ഒരു ദിവസത്തിൽ യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞവരും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവരും എല്ലാവരും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്ന നാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പറയുമ്പോൾ, എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാൻ സൂം മീറ്റിംഗിൽ നിങ്ങളെ ലൈവായി ശുശ്രൂഷിക്കുന്നു. ആ സൂം മീറ്റിംഗിൽ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും 2 മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായിട്ട് ഞാൻ കൈമാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൂം മീറ്റിംഗിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള സമയമാണ്. ഈ നാമത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ നാമത്തിന്റെ മുൻപിൽ എല്ലാ നാമവും കീഴടങ്ങിയിരിക്കും. ക്യാൻസർ എന്ന നാമം അതൊരു നാമമാണ്. ആ ക്യാൻസർ യേശുവിന്റെ നാമത്തിന് കീഴടങ്ങിയിരിക്കും. ഷുഗർ യേശുവിന്റെ നാമത്തിന് കീഴടങ്ങിയിരിക്കും. BP യേശുവിന്റെ നാമത്തിന് കീഴടങ്ങിയിരിക്കും. ഏത് രോഗമാണോ ആ രോഗം മൊത്തം യേശു എന്ന നാമത്തിന് കീഴടങ്ങിയിരിക്കും. എല്ലാ നാമവും ആ നാമത്തിന് കീഴടങ്ങിയേ പറ്റുകയുള്ളൂ. കാരണം ആ നാമത്തിന് ശക്തിയുണ്ട്. ക്രിസ്തു പറഞ്ഞത് ഇപ്രകാരമാണ്, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മതം സ്ഥാപിക്കാനല്ല. അതെ, ഒരു ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ ജനതയെ ഉടലെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയല്ല യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. ബദ്ധന്മാർക്ക് വിടുതലും ബന്ധനത്തിൽ കടക്കുന്നവരെ വിടുവിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത്. മനുഷ്യരുടെ പാപത്തെ ഏറ്റെടുത്ത്, മനുഷ്യരുടെ ശാപത്തെ ഏറ്റെടുത്ത്, മനുഷ്യരുടെ രോഗത്തെ ഏറ്റെടുത്ത് യേശുക്രിസ്തു കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി മരിച്ചു. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരോട് പറവാനിടയായി തീർന്നത്, നിങ്ങൾ പോകുവിൻ, എന്റെ നാമത്തിൽ നിങ്ങൾ പോകുവിൻ. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവിടെ സൗഖ്യം വരും. കാരണം ഭൂലോകരുടെയും അധോലോകരുടെയും ഈ ലോകത്തിൽ കാണപ്പെടുന്ന സകല നാമത്തിനേക്കാളും വലിയ നാമമാണ് യേശു എന്ന നാമം. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും നാമത്തിന് കൊടുത്തിട്ടുണ്ട്. ആ നാമം പ്രയോഗിക്കപ്പെടുന്ന മേഖലകളിൽ മൊത്തം വിടുതലുകൾ സംഭവിക്കും. ഇന്ന് യേശുവിന്റെ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ദൈവിക വിടുതലുകൾ സംഭവിക്കുകയാണ്.
ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഭൂതം പിടിച്ച സഹോദരി പൗലോസിന്റെ പുറകെ വരുന്ന ഒരു കാഴ്ചയുണ്ട്. യേശുവിന്റെ നാമം പറഞ്ഞപ്പോൾ ആ ഭൂതം ആ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുവാനിടയായി തീർന്നു. പത്രോസും യോഹന്നാനും സുന്ദരമെന്ന ദൈവാലയത്തിലേക്ക് നടന്നു പോകുമ്പോൾ അവിടെ ഒരു വിഷയാചിച്ചൊരു മുടന്തൻ ഇരിക്കുന്നുണ്ട്. മുടന്തൻ ചിന്തിച്ചു അവന് വല്ലതും കിട്ടുമെന്ന്. പക്ഷെ പത്രോസും യോഹന്നാനും അവന് ഉറ്റുനോക്കിയിട്ട് ഇപ്രകാരം പറവാനിടയായി തീർന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി ഒന്ന് ഞങ്ങളുടെ മേലുണ്ട്, അത് യേശുവിന്റെ നാമമാണ്. അവനെ നോക്കിയിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ നരയാണി ഉറച്ചു എന്നാണ് പറയുന്നത്. അവന്റെ മേൽ അത്ഭുതം സംഭവിച്ചു എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അവൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ഇന്ന് നിന്നോടുള്ള ദൂതിതാണ്, നിനക്ക് എവിടെയും പോകാൻ പറ്റാത്ത രീതി എല്ലാ മേഖലകളും അടയപ്പെട്ട് ഞാൻ കാണുന്ന കാഴ്ച, എല്ലാ ഡോറുകളും ക്ലോസ് ആയി. ബ്രദറെ, എന്റെ മുൻപിൽ ഒരു വഴികളും പോലും ഇനി തുറക്കാൻ സാധ്യതയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് സംസാരിക്കുന്നു. ഈ സീസണിൽ ഈ നാമത്തെ നീ അറിയുകയാണെങ്കിൽ, ഈ നാമത്തെ നീ വേണ്ടതുപോലെ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നിന്റെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമല്ല, ആ നാമത്തെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നിന്നോടുള്ള ദൂതാണ്, നീ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു സീസൺ ചിലരുടെ മുമ്പിൽ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകുകയാണ്. നിയമവുമായി ബന്ധപ്പെട്ട് കുരിക്കൽ കടക്കുന്നവരുടെ ജീവിതത്തിന്മേൽ, ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ചിലരുടെ ജീവിതത്തിന്റെ മേൽ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം സംഭവിക്കട്ടെ. ആ നാമത്തിന് ശക്തിയുണ്ട്. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾ പ്രാർത്ഥിച്ചതേ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പറ്റി ഞങ്ങൾ കേട്ടു. ആ നാമത്തിന്റെ ശക്തിയുണ്ട്. പൈശാചിക മേഖലകളിൽ നിന്ന്, ഉറക്കമില്ലാത്ത അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞെരുങ്ങിക്കൊണ്ട് എന്നെ കാണുന്നവരുടെ മേൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിന്റെ ശക്തി വെളിപ്പെടട്ടെ. അത്ഭുത ദൈവ പ്രവൃത്തി ഇപ്പോൾ വെളിപ്പെടട്ടെ. മാറ്റങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സംഭവിക്കുകയാണ്. മക്കൾ രക്കടിച്ചാണ്, എന്താണ് ചെയ്യുക എന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേൾക്കുന്നവരുടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി ആ കുടുംബത്തിന്റെ മേൽ, ആ മക്കളുടെ മേൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ആ ബോണ്ടേജിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പുറത്തു വരട്ടെ. നാമത്തിന്റെ ശക്തിയുണ്ടല്ലോ, ആ ശക്തിയെ ഞാൻ റിലീസ് ചെയ്യുകയാണ് യേശുവിന്റെ നാമത്തിൽ. അത്ഭുതങ്ങളെ വിളിച്ചു വരുത്തുന്നു യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഈ 14-ാം തീയതി, ഏപ്രിൽ മാസം 14-ാം തീയതി വിഷു ദിവസത്തിൽ പാലക്കാട് ഒരു ഡെലിവറൻസ് മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. രാവിലെ 10:30 തൊട്ട് 1 മണി വരെയുള്ള സമയമാണ്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നമ്മുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നത്. ആ മീറ്റിംഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതിശക്തരായ ദൈവദാസന്മാർ നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട്. ഞാനും അവിടെ ഉണ്ടാകും. എന്നെ കാണുവാനും പ്രാർത്ഥിക്കുവാനുള്ള ഒക്കെ സമയം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഈ സീസൺ നിങ്ങളുടെ സീസണാണ്. യേശുവിനെ അറിയുക, യേശുവിന്റെ നാമം പറയുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കണ്ടിരിക്കും. നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളുണ്ട്. സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഗോഡ് ബ്ലെസ് യു ഓൾ.